കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷിനെ റിമാൻഡ് ചെയ്തു. ജില്ലാ ജയിലിലേക്ക് മാറ്റിയ പ്രതിയെ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചാകും തെളിവെടുപ്പ് നടത്തുക. വിവരങ്ങളുമായി വർഷ ഗിരീഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. വർഷ, ഈ ദൃശ്യയുടെ കുടുംബം വലിയ ആശങ്കയിലും ഭീതിയിലുമായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ ഇയാളെ അങ്ങോട്ട് തന്നെ തിരികെ അയക്കുക, നേരത്തെ കഴിഞ്ഞിരുന്ന കുതിരവട്ടം ജയിലിലേക്ക് തന്നെ തിരികെ അയക്കരുത് എന്നൊരു ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. പറയൂ, ഇനി എന്താണ് ഇയാളെ റിമാൻഡ് ചെയ്തിട്ട് മറ്റ് നിയമ നടപടികൾ എന്തെല്ലാമാണ്? സ്മിത, പ്രവിത, നിലവിൽ ഇപ്പോൾ വിനീഷിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കുതിരവട്ടത്തിൽ നിന്നും ചാടിപ്പോയ കേസിലാണ് ജില്ലാ ജയിലിലേക്ക് വിനീഷിനെ മാറ്റിയിട്ടുള്ളത്. ഇനി തെളിവെടുപ്പ് നടത്തും. വിഷു കഴിഞ്ഞ ശേഷമായിരിക്കും പോലീസ് 5 ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുക. ശേഷം കുതിരവട്ടത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനാണ് തീരുമാനം. എന്തായാലും ഇത് കഴിഞ്ഞായിരിക്കും വധക്കേസിൽ പ്രതിയെ തുടർന്ന് ഏത് രീതിയിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണോ അല്ലെങ്കിൽ ജയിലിലേക്ക് മാറ്റണോ എന്നുള്ള കാര്യത്തിലെല്ലാം തീരുമാനമാകുക. അതോടൊപ്പം തന്നെ പ്രതിയുടെ മാനസിക ആരോഗ്യം പരിശോധിക്കുക കൂടി ചെയ്യുമെന്നുള്ളതാണ് പോലീസ് എന്തായാലും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സ്മിതയും അതേപോലെ പ്രവീണും സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ആശങ്കയിലായിരുന്നു ദൃശ്യയുടെ കുടുംബം എല്ലാം ഉണ്ടായിരുന്നത്. 102 ദിവസത്തോളമായി ഈ വിനീഷ് പുറത്തായിരുന്നു. ഡിസംബർ 29-നാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിനീഷ് ചാടിപ്പോകുന്നത്. ഇതിന്റെ ചുമര് തുറന്നായിരുന്നു പുറത്തു കടന്നത്. ഇതിനായുള്ള പരിശ്രമം ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ, മാസങ്ങൾക്ക് മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു എന്നാണ് ഈ പിടിയിലായ ശേഷം വിനീഷ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ശേഷം കർണാടക, ഗോവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രതി പല പേരുകളിൽ താമസിച്ചിരുന്നു. മുംബൈയിൽ വെച്ചാണ് പ്രതി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഒരു മത്സ്യത്തൊഴിലാളിയായി ജോലി ചെയ്യുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു ദൃശ്യയുടെ ഒക്കെ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് പ്രതി പിടിയിലായിട്ടുണ്ട് എന്നുള്ളത്. ഇനി തുടർ നടപടികളെല്ലാം, അതായത് ഈ ഒരു റിമാൻഡ് കാലം കഴിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടികളെല്ലാം ഉണ്ടാവുക. ശരി, വർഷ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.